പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെപ്പറ്റി എൻ്റെ സാക്ഷ്യം ചുരുക്കി പറയാം. സമയം അതിക്രമിച്ചതുകൊണ്ട് എൻ്റെ പേര് ഷാജി എന്നാണ്. ഞാൻ ഏതാണ്ട് 62 വയസ്സുള്ള ഒരാളാണ്. ഞാൻ മർത്തോമ സമുദായത്തിൽ ജനിച്ചു വളർന്ന, മർത്തോമ കുടുംബത്തിൽ അംഗമായി ജനിച്ചു വന്ന ഒരാളാണ്. എൻ്റെ ഒരു കഴിഞ്ഞ 20 വർഷം മുമ്പെക്കാലം വരെ ഞാൻ മർത്തോമയിലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നാണ് ദൈവത്തെ അറിയാൻ ഞങ്ങൾ പിന്നെ പ്രദേശത്ത് കഴിഞ്ഞ 35 വർഷക്കാലത്തോളം ജോലി ചെയ്യുകയും അവിടെ ഏതാണ്ട് ഒരു 10-20 വർഷക്കാലം ഇങ്ങനെ പള്ളിയിൽ പോയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ഞങ്ങളെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പിന്നാണ് ദൈവത്തെ അവിടെ വെച്ച് കാണുകയും ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാനായിട്ടും ഒക്കെ സാധിച്ചത്. അതിനെന്താ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകും. പക്ഷേ ഞങ്ങൾക്ക് എല്ലാ കാര്യമൊക്കെ ചെയ്യാം. പള്ളിയിൽ പോകാം, രാഷ്ട്രീയത്തിൽ പോകാം, മദ്യപാനം ചെയ്യാം, എല്ലാ കാര്യത്തിലും പോകാനുള്ള. കാരണം ഞങ്ങൾക്ക് കൂടുതലായിട്ട് അപ്പോൾ ദൈവമാണെന്നുള്ള ഒരു വലിയ ഇതൊന്നും ബോധമൊന്നും ഇല്ലാത്തുള്ള പോക്കാണ് ഞങ്ങളെ പോയിക്കൊണ്ടിരുന്നാൽ ഈ പോക്ക് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഈ പോക്ക് നമ്മുടെ നാശത്തിലേക്കാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, കാരണം ഇത് പറഞ്ഞു തരാൻ ആരും അന്ന് ഞങ്ങൾക്ക് കൂടുതലായിട്ടില്ല. കാരണം ദൈവമാണ് സ്ഥലത്ത്. അപ്പം ഞാനന്ന് വിശ്വസിച്ചിട്ടിരുന്നത്, ഞങ്ങളുടെ കൂടെയുള്ളവർ വിശ്വസിച്ചിട്ടിരിക്കുന്നതും ഞങ്ങളുടെ സ്നേഹിതരൊക്കെ വിശ്വസിക്കുന്നത്, ഒരു ക്രിസ്ത്യാനിയായിട്ട് നാം മാമോദിസ മുങ്ങിയാൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പോകും. നമ്മൾ ദൈവമക്കാണ്. ഈ ലോകത്തിൽ എന്ത് പാപം ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും അങ്ങ് സ്വർഗത്തിൽ പോകുമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ധാരണ. എന്നാൽ പിന്നെ വചനം പഠിക്കുകയും ദൈവമക്കളെ കണ്ടുമുട്ടുകയും അതിൽ നിന്നൊക്കെ പിന്നീട് നമുക്കത് മനസ്സിലാക്കിയത് ഇല്ല. ഒരുത്തൻ ഈ ലോകത്തിൽ പാപമായിട്ട് ചോദിച്ചാൽ പാപിയായിട്ട് തന്നെ പോകത്തുള്ളൂ. അന്ന് ഒരിക്കലും സ്വർഗത്തിലോട്ട് പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ നല്ല കാര്യം ചെയ്ത് കർത്താവായ യേശുവിനെ സംരക്ഷണമായിട്ട് ഉള്ളത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ കർത്താവ് ദൈവത്തിരിക്കുന്നതായ ദൈവത്തിൽ സ്നാനമേറ്റ് ആ കർത്താവിനെ, അതായത് നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ ഉരുങ്ങി കളഞ്ഞിട്ട് ശേഷം നമ്മൾ പുതിയ ജീവനിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ നമ്മുടെ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ. ആ ഒരു നല്ല ജീവിതം കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ പോകും. പിന്നെ മനസ്സിലാക്കുകയും അതിന് മുന്നാണ് ഈ ക്രിയകളെല്ലാം കൂടെ ചെയ്തുകൊണ്ട് ഈ ദൈവത്തെ അന്നു എനിക്ക് അറിഞ്ഞ കർത്താവിനെ അറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാനും ഈ ദൈവത്തോടൊത്ത മന്നാടി വികടന അസംബ്ലിയിലെ അംഗമാവാനും ഞങ്ങൾ വിടമായിട്ട് മർത്തവുമായി ഈ സഭയിലേക്ക് വരുവാനും ദൈവത്തോട് ഇന്നോ ഞങ്ങള് വിടമായിട്ട് ആരാധന തുന്നയിക്കാനും എല്ലാവിധ പ്രാർത്ഥനകൾക്കും പോകാനും അന്ന് ദൈവത്തിന്റെ സന്തോഷം, സമാധാനം എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏത് പ്രയാസവും രോഗവും ഏത് പ്രയാസവും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ സ്വർഗത്തിലേക്ക് ഞങ്ങളുടെ നോട്ടം ഭൂമിയിലാകരുത്. നമ്മുടെ നോട്ടം സ്വർഗത്തിലേക്ക് നോക്കണം. സ്വർഗത്തിലേക്ക് നോക്കിയാൽ നമ്മുടെ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുന്നവരല്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ലോകത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നിന്നകളും പരിഹാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ജയിച്ചവനാണ്. ആ ജയിച്ചവനായ നാഥൻ അത് നമുക്ക് വേണ്ടി ആ കാൽവരി ക്രൂശിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് വേണ്ടി നമുക്ക് നേരെ എല്ലാ മാനവരാശിയുടെ രക്ഷയ്ക്കും എല്ലാവർക്കും വേണ്ടി, അത് ക്രിസ്ത്യാനിന്നുള്ള എല്ലാവർക്കും വേണ്ടി തന്റെ ജീവനെ ആ കാൽവരി ക്രൂശിൽ തന്റെ അവസാനമുള്ള രക്തം വരെ അവിടെ നൂറ്റിത്തന്ന ദൈവം എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. ആ ദൈവത്തെ ആ എനിക്ക് വേണ്ടി മരിച്ച ദൈവത്തെ ഞാൻ അറിഞ്ഞുകൊണ്ട് ആ ദൈവത്തിൽ മുറുകെ പിടിക്കുമ്പോൾ എന്റെ രോഗത്തിൽ നിന്നും എന്റെ പ്രയാസത്തിൽ നിന്നും എന്റെ കഷ്ടതയിൽ നിന്നും എല്ലാം ആ ദൈവത്തെ ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് സമാധാനവും സന്തോഷവും എനിക്ക് തരികയാണ്. ഈ 2 കുഞ്ഞുങ്ങളാണുള്ളത്. അവരും ദൈവത്തിന്റെ സ്ഥാനത്തായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. എനിക്ക് എന്റെ വൈഫും ദൈവത്തെ അറിഞ്ഞ ഒരു ആദ്യമേത് അറിഞ്ഞ നോക്കാണ്. എന്റെ വൈഫിന് തിരുവല്ലായുടെ സ്ഥലത്ത് തന്നെ പല ഭവനങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അവർ വേറെ ടീമായിട്ട് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ സന്തോഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നിവിടെ പ്രാർത്ഥനയുണ്ട്, ഇന്നിവിടെ കൂട്ടായ്മയുണ്ട്, ഇന്നിവിടെ ദൈവമക്കളുമായിട്ട് കാണാം. ദൈവമക്കളോട് ഇന്ന് ആരാധിക്കുക, അല്ലെ പ്രാർത്ഥിക്കുക, അല്ലെ ബൈബിൾ സ്റ്റഡി പഠിക്കുക എന്നുള്ള ആ ഒരു സന്തോഷമാണ് നമുക്ക് നേരെ നിൽക്കുമ്പോൾ. ആ ഒരു സന്തോഷം അറിയിക്കാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇന്ന് ലോകത്തിന്റെയും പല ഭവനങ്ങളിലും ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു സന്തോഷവും സമാധാനവും ഇല്ല. ഇന്ന് ഈ ലോകം തന്നെ സമാധാനത്തൊക്കെ വിട്ടിട്ട് സന്തോഷവും വിട്ടു തരണം വേറെ റൂട്ടിൽ കൂടെ പോവുകയാണ്. അപ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ഈ വലിയവനായ ദൈവത്തെ അറിഞ്ഞെങ്കിൽ മാത്രമേ നോക്കൂ. ഞാൻ അനുഭവിക്കുന്ന സന്തോഷം ഇവിടെയുള്ള ചുറ്റുപാടുള്ള ആൾക്കാരോട്, ഇവിടെയുള്ള മാതാപിതാക്കളോട്, സഹോദരന്മാരോട്, കുഞ്ഞുങ്ങളോട്, ഈ മൈക്കിന്റെ ശബ്ദത്തിൽ കൂടെ ഞങ്ങളെ ശബ്ദസമയത്തിൽ കൂടെ ഞങ്ങളെ സേവിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ ഏത് ജാതിയിലോ ഏത് മതത്തിലോ എവിടെയായിരുന്നോ അതൊരു കുഴപ്പമില്ല. നിങ്ങൾ ഈ ദൈവത്തെ അറിയണം. ഈ ദൈവത്തെ അറിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ രോഗത്തിന് വിടുതലുണ്ട്. നിങ്ങളുടെ പ്രയാസത്തിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാത്തിനും വിടുതലുണ്ട്. ഈ ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാത്തിനും സൗഖ്യം, എല്ലാത്തിനും സമാധാനം തരുന്ന ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിച്ചു ആ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, എന്റെ പ്രയാസങ്ങൾ ഞാൻ ഇന്നാലാണ് കാരണം ദൈവത്തിന് നമ്മളെ പറ്റി എല്ലാം അറിയാം. ദൈവത്തിന് ഇഷ്ടം നിങ്ങൾ എല്ലാവരുടെയും നമ്മുടെ ഹൃദയങ്ങൾ വസിക്കുന്ന എല്ലാം പറ്റി അറിയാം.
അതുകൊണ്ട് നിങ്ങൾ ഈ ദൈവത്തിൽ വിശ്വസിച്ച് ഈ ദൈവത്തെ നിങ്ങൾ വിളിക്കുക. നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറി നിങ്ങൾ സന്തോഷവും സമാധാനവും തരുവാൻ കഴിവുള്ളവനായി ദൈവത്തെ എനിക്ക് തരുന്ന എന്റെ കുടുംബത്തിന് സന്തോഷം. ഇപ്പൊ ഞാനൊരു മദ്യപാനിയോ ഞാനൊരു വേറൊരു രാഷ്ട്രീയത്തിന് പോവാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ സമാധാനം കാണത്തില്ല, വീട്ടിൽ സന്തോഷം കാണത്തില്ല. കുഞ്ഞുങ്ങൾ അവരുടെ വഴിക്ക് പോവും, അവരുടേതായ വഴിക്ക് പോവും, അവർ ഈ ലോകത്തിന്റെ വഴികളിൽ പോവും, അവർ നാശത്തിന്റെ പാതയിലോട്ട് പോവും. എന്നാൽ അവർക്ക് വിട്ട് ഞങ്ങൾ ദൈവത്തെ വിളിച്ചപ്പോൾ സമാധാനമുണ്ട്. കുഞ്ഞുങ്ങളെ ഞങ്ങൾ പറയുന്നത് കേൾക്കുക, അവർ നിങ്ങൾ ദൈവത്തെ വിളിക്കുക. അവരും ഈ ലോകമല്ല അവരുടെ ചിന്ത. അവർ സ്വർഗത്തോട്ട് നോക്കുമ്പോൾ ആകാശത്തിലേക്ക് നോക്കി ആ ദൈവത്തെ നോക്കി പോകുമ്പോൾ ഞങ്ങൾക്ക് അതിന് സന്തോഷവും സമാധാനവും ഒരിക്കൽ കൂടി ഇതിനുള്ള എല്ലാ മക്കളോടും പറഞ്ഞുകൊണ്ട് എന്റെ ചെറിയ സാക്ഷ്യത്തിൽ ഞാൻ ഉപയോഗിക്കുകയാണ്. ദൈവം നിങ്ങൾ എല്ലാവരെയും